വയനാട്ടിലെ മഹാദുരന്തത്തിൽ മരിച്ച തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങൾ കൂട്ടമായി സംസ്കരിക്കുകയാണ്. പുത്തുമലയിലാണ് സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. 189 മൃതദേഹങ്ങളാണ് സംസ്കരിക്കുന്നത്. ഇതിൽ 31 മൃതദേഹങ്ങളും 158 ശരീരഭാഗങ്ങളുമാണ്. പ്രത്യേക ആക്ഷൻ പ്ലാൻ പ്രകാരമാണ് സംസ്കാര ചടങ്ങുകൾ. മേപ്പാടിയിലെ താൽക്കാലിക മോർച്ചറിയിൽ നിന്ന് മൃതദേഹങ്ങൾ ആംബുലൻസിൽ എത്തിച്ചാണ് സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു. ഡാൻ, അവർ ഒന്നായി ആ മണ്ണിലേക്ക് യാത്രയാകുന്നു. 3 മണിക്ക് തുടങ്ങിയ ചടങ്ങുകൾ ഇപ്പോഴും തുടരുന്നു. ഇടയ്ക്ക് നല്ലതുപോലെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏത് ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്? ഈ മഴ ചടങ്ങുകൾക്ക് തടസ്സമായിട്ടുണ്ടോ? എന്താണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? രേണുക, അല്പസമയം മുമ്പാണ് നേരിയ തോതിൽ മഴ പെയ്തു തുടങ്ങിയത്. പക്ഷേ ആ മഴ വകവയ്ക്കാതെ സംസ്കാര ചടങ്ങുകൾ തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ. ഈ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. വൈത്തിരിയിൽ നിന്ന് അടക്കം 100 മൃതദേഹ ഭാഗങ്ങൾ കൂടി വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസുകളാണ് താഴെയെത്തി കാത്തു നിൽക്കുന്നത്. ഈ മൃതദേഹ ഭാഗങ്ങൾ ആദ്യത്തെ 89 അത് പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും ഇപ്പോൾ എത്തിയിരിക്കുന്ന ആംബുലൻസുകളിൽ നിന്ന് മൃതദേഹ ഭാഗങ്ങൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ പന്തലിലേക്ക് എടുത്തു വെക്കുക. ആ പന്തലിൽ എടുത്തു വെക്കുന്നതിന് മുന്നോടിയായി ഈ മഴ പെയ്ത് ഈ മണ്ണ് തെന്നുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് അവിടെ താൽക്കാലികമായ സ്റ്റെപ്പുകൾ ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സ്റ്റെപ്പുകൾ നിർമ്മിച്ചതിന് ശേഷം ഈ മൃതദേഹങ്ങൾ ഓരോന്നായി മുകളിലേക്ക് എടുത്തു വെക്കും. മൃതദേഹ ഭാഗങ്ങളാണ് 100 മൃതദേഹ ഭാഗങ്ങളാണ് എന്നാണ് അല്പസമയം മുമ്പ് ടി സിദ്ദിഖ് MLA വ്യക്തമാക്കിയത്. അതിന് ശേഷമായിരിക്കും ഈ നടപടിക്രമങ്ങൾ, അതായത് ഇനി അങ്ങോട്ട് ഒരു 2-3 മണിക്കൂർ കൊണ്ട് ഈ നടപടികൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ ഈ നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 3:30 തുടങ്ങിയ ചടങ്ങുകളാണ് ഇപ്പോഴും തടസ്സമില്ലാതെ തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 16 മൃതദേഹങ്ങളുമായി എത്തിയ ആംബുലൻസുകളായിരുന്നു ഇവിടേക്ക് എത്തിയത്. അതിനുശേഷം സർവ്വമത പ്രാർത്ഥന പൂർത്തിയാക്കിയതിന് പിന്നാലെയാണ് ആ 16 മൃതദേഹങ്ങൾ സംസ്കാരത്തിനായി എടുത്തത്. അതിന് തൊട്ടു പിന്നാലെ വീണ്ടും 16 മൃതദേഹങ്ങളുമായി ആംബുലൻസുകൾ എത്തി. അതിനുശേഷമാണ് ശരീരഭാഗങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസുകൾ അതിന് പിന്നാലെ കോൺവോയായി എത്തിയത്. അവിടേക്ക് ഈ മുഴുവൻ ആംബുലൻസുകളും എത്തിയതിന് ശേഷം ഈ മൃതദേഹങ്ങൾ ഓരോന്നോരോന്നായി ഇപ്പോൾ ഈ കാണുന്ന ടേബിളുകളിലേക്ക് എടുത്ത് വെക്കുകയായിരുന്നു. അതിനുശേഷം 3 വിശ്വാസങ്ങളുടെ ഭാഗമായി, ക്രൈസ്തവ വിശ്വാസത്തിന്റെയും ഹൈന്ദവ വിശ്വാസത്തിന്റെയും ഇസ്ലാം മത വിശ്വാസത്തിന്റെയും ഭാഗമായുള്ള പ്രാർത്ഥനകൾ, സർവ്വമത പ്രാർത്ഥനകൾ നടന്നു. ആ സർവ്വമത പ്രാർത്ഥനകൾക്ക് ശേഷം സംസ്ഥാന സർക്കാരിന്റെ ബഹുമതി പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകി. അതിനുശേഷമാണ് ഇവിടെ നിന്ന് മൃതദേഹങ്ങൾ ഈ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് സംസ്കരിക്കുന്നതിന് വേണ്ടി എടുത്തത്. ആ നടപടികൾ ഏതാണ്ട് 3 മണിക്കൂർ ഒരു തടസ്സവുമില്ലാതെ പുരോഗമിക്കുന്നതിനിടയിലാണ് 7 മണിയോടെ നേരിയ തോതിൽ മഴ തുടങ്ങിയത്. ആ മഴ പെയ്ത് ഈ ഇവിടേക്ക് കയറി വരുന്ന വഴിയിൽ മുഴുവൻ ചെളി കുമിഞ്ഞതോടെയാണ് അവിടേക്ക് സ്റ്റെപ്പുകൾ താൽക്കാലികമായി നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചത്. അത് ഏതാണ്ട് പൂർത്തിയാകുന്നുവെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിനുശേഷം ഇപ്പോൾ വരിവരിയായി വൈത്തിരിയിൽ നിന്ന് എത്തിയ ആംബുലൻസുകളിൽ നിന്ന് ഈ മൃതദേഹങ്ങൾ പുറത്തേക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായിരിക്കുകയാണ്. ഇങ്ങനെയൊരു ശവസംസ്കാരം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംസ്കാര ചടങ്ങുകൾ ഒരുപക്ഷെ ഉണ്ടായിട്ടില്ലായിരിക്കണം. അങ്ങനെ തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം അങ്ങനെയൊരു മൂകമായ സാഹചര്യമാണ്, പ്രകൃതി തേങ്ങുന്ന ഒരു സാഹചര്യമാണ്. ആ ഒരു മഹാദുരന്തത്തിന്റെ ബാക്കിയായി മാറിയ 189 പേരുടെ മൃതദേഹ ഭാഗങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസുകളാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മൊബൈൽ മോർച്ചറിയുടെ ഗ്ലാസ് കവറുകൾ മാറ്റിയതിനു ശേഷം അവിടെ നിന്ന് ആ ടേബിളിൽ, സ്ട്രെച്ചറിൽ ആ മൃതദേഹ ഭാഗങ്ങൾ മുകളിലേക്ക് എത്തിക്കും. ഇവിടെ എത്തി ഓരോന്നും അൺഐഡന്റിഫൈഡ് ആണ്. പക്ഷേ അവർ കൃത്യമായി ഓരോന്നിനും തിരിച്ചറിയാൻ ചില രേഖകൾ വെച്ചിട്ടുണ്ട്. അതൊരു പ്ലാസ്റ്റിക് ബോട്ടിലിൽ കൃത്യമായി എഴുതിയാണ് വെച്ചിരിക്കുന്നത്. അത് ഈ മൃതദേഹങ്ങൾക്ക് സമീപത്ത് വെച്ചുകൊണ്ടാണ് അത് സംസ്കരിക്കാനായി കൊണ്ടുപോകുന്നത്. ഇതാ ആദ്യമായി ഈ ഭാഗങ്ങൾ, മൃതദേഹ ഭാഗങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ആദ്യത്തെ ആംബുലൻസിലെത്തിയ ആദ്യത്തെ സന്നദ്ധ പ്രവർത്തകർ മുകളിലേക്ക് കയറി വരികയാണ്. നമുക്കറിയാം, വളരെ ദയനീയമായ ഒരു കാഴ്ച. 4 പേരുടെ മൃതദേഹ ഭാഗങ്ങളാണ് ഈ സ്ട്രെച്ചറിൽ ഉള്ളത്. അത് ആരുടെയൊക്കെയോ ശിരസും കൈയും കാലുമൊക്കെയാണ്. നമുക്കറിയില്ല ആരാണവർ.
നമ്മുടെ ഉറ്റവരാണ്, ഈ നാടിനെ ഏറെ സ്നേഹിച്ചവർ, ഈ നാട്ടിൽ ജനിച്ചു വളർന്നവരാണ്. അവർ വളരെ അപ്രതീക്ഷിതമായി വിധി അവരുടെ ജീവൻ കവർന്നപ്പോൾ ഒടുവിൽ ബാക്കിയായത് ഇങ്ങനെ ഈ മേശയിൽ ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് പോലെ ഏതാനും ഛിന്നഭിന്നമായ ശരീരഭാഗങ്ങൾ മാത്രമാണ്. ഇനി